കർത്താവ് 38 വർഷമായിട്ട് രോഗബാധിതനായിട്ട് തളർന്നു കിടന്നിരുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയും ആ സൗഖ്യമാക്കിയ ദിവസം ശബ്ബത്ത് ആയിരുന്നു എന്നുള്ളതും ആ മനുഷ്യൻ കിടക്കയെടുത്തുകൊണ്ട് നടന്നത് കണ്ടിട്ട് അവനെ ചോദ്യം ചെയ്യുകയും ഈ ശബ്ബത്തിനെ ലംഘിക്കുന്ന ഈ വ്യക്തി ദൈവത്തിൽ നിന്നാകാൻ സാധ്യതയില്ല എന്നുള്ള നിലയിൽ യഹൂദന്മാർ ഒരു നിഗമനത്തിലേക്ക് വരികയും തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പല അധ്യായങ്ങളിലും കർത്താവിനെ അവർ പല നിലകളിൽ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് തുടർന്ന് 10-ാം അധ്യായം, 11-ാം അധ്യായം, 12-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് അവർ രക്ഷിക്കപ്പെടണമെന്നും അവർ ദൈവത്തെ അറിയണമെന്നും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ അവർ പ്രാപിക്കണം എന്നുമുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ ശുശ്രൂഷകളും തൻ്റെ വാക്കുകളും പറഞ്ഞിരുന്നത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും കർത്താവ് അതിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന രീതിക്കോ സംസാര രീതിക്കോ വ്യത്യാസം വരുത്താനായിട്ട് കർത്താവ് ഒരിക്കലും പരിശ്രമിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, തൻ്റെ വെളിപ്പാടുകൾ കൂടുതൽ 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 ശക്തമായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. കാരണം അവരുടെ ഈ അബദ്ധധാരണകളും തെറ്റിദ്ധാരണകളും മതത്തിൻ്റെ കർമാചാരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ചിന്തകളും ഒക്കെ മാറിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്ന അനുഭവം, എന്താണ് യഥാർത്ഥത്തിൽ മശീഹ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയണമെന്നുള്ള ആഴമായ ആഗ്രഹത്തോടും ആ സ്നേഹത്തോടും കൂടെയാണ് കർത്താവ് അത് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയൊക്കെ എതിർക്കുമ്പം നമുക്കറിയാമല്ലോ, നമ്മളോട് ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് അതേ രീതിയിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവോ കുറ്റമോ ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് ഒന്ന് ഈക്വലൈസ് ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളൊരു നിലയിലാണ്. പെട്ടെന്ന് നമ്മളെ പുകഴ്ത്തി പറയുന്നത് വരെ നമുക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ നമ്മളിലുള്ള ചില കുറവുകൾ ആരെങ്കിലും എടുത്ത് കാണിച്ചാൽ ഉടനെ നമ്മൾ ഒഫൻഡഡ് ആകുകയും ആ വ്യക്തി ഒരു റിബല്ലായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു അനുഭവം പലപ്പോഴും നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ചും സ്നേഹിക്കേണ്ടത് നമ്മളെ വിമർശിക്കുന്നവരെയാണ് സ്നേഹിക്കേണ്ടത്. കാരണം ഈ വിമർശിക്കുന്നവരെ ശരിക്കുള്ള കുറവ് എന്നാന്നുള്ളത് നമ്മളോട് പറയുന്നത്. എന്നാൽ അത് വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, മുഖസ്തുതി പറയുന്നവൻ കൂട്ടുകാരൻ്റെ കാലിനൊരു വല വിരിക്കുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആത്മീയരായിട്ടുള്ള നമുക്ക് പലപ്പോഴും പുകഴ്ത്തുന്നവരെയാണ് ഇഷ്ടം, നമ്മളെ വിമർശിക്കുന്നവരെ നമുക്കിഷ്ടമല്ല. എന്നാൽ കർത്താവ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും, അവരെ സ്നേഹിക്കുക ചെയ്തത്. ഇവർ ഈ നിലയിലൊക്കെ കർത്താവിനെ കൊടുക്കാനും കർത്താവിനോടെ വാക്കിൽ കർത്താവിനെ കൊടുക്കാനും പല നിലകളിൽ അവർ പരിശ്രമിക്കുമ്പോഴും കർത്താവ് അവരെ അവസാനം വരെ സ്നേഹിക്കുകയും അവരെങ്ങനെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിലെന്ന് കർത്താവ് ആഗ്രഹിക്കുകയും നമുക്കറിയാമല്ലോ. യെരുശലേമിനെ സമീപിച്ചപ്പോൾ യെരുശലേമിനെ നോക്കി കരഞ്ഞ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഞാൻ എന്തായാലും എനിക്കുള്ളത് പറയുന്നു, നിങ്ങൾ എടുത്താൽ എടുക്കില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ അല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അവർ വളരെയധികം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകും കീഴി ചേർക്കും പോലെ അവരെ ചേർത്ത് കൊള്ളുവാനായിട്ട് കർത്താവിന് മനസ്സായിരുന്നു. എന്നാൽ അവർക്കോ മനസ്സായില്ല എന്നുള്ള കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സെറ്റിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ 6-ാം അധ്യായമാണ് തുടർന്ന് കാണുന്നത്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും കർത്താവ് ചില നിർജ്ജന പ്രദേശങ്ങളിലേക്ക് കർത്താവ് കടന്നു പോകുന്നതും അവിടെ അവർ വന്നപ്പോൾ കർത്താവ് തുടർന്ന് അത്ഭുത പ്രവർത്തികളല്ല, കർത്താവ് വളരെ കഠിന വാക്കുകൾ ചിലത് അവരോട് പറഞ്ഞെന്നും അങ്ങനെ കർത്താവിനെ വിട്ട് അവർ പോകാനിടയായിത്തീരുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതര സുവിശേഷങ്ങളുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് യോഹന്നാൻ സ്നാപകൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് നിർജ്ജന പ്രദേശങ്ങളിലേക്ക് പോയതെന്നും ലൂക്കോസ് സുവിശേഷം നമ്മൾ പഠിച്ചപ്പം കണ്ടു. 12 പേരെ അയച്ചു, എന്നാൽ അവരോട് മടങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വേറിട്ട് ആശ്വസിച്ചു കൊള്ളുവീനെന്ന് പറഞ്ഞ് ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് കർത്താവ് അവരെ കൊണ്ടുപോകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം ആ ഒരു ഭാഗത്തിന് മുമ്പായിട്ടാണ് നമുക്ക് ഈ ഭാഗം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ നമ്മളിത് ചിന്തിച്ചപ്പം വിചാരിച്ചല്ലോ, ഈ ഏറ്റവും അവസാനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും തമ്മിൽ ഏകദേശം 2 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്നത് എന്നുള്ളത് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളും ജീവിതത്തിൻ്റെയും ഏകദേശ ടൈം ലൈൻ ദൈവഭക്തന്മാർ അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് ഏകദേശം നമുക്കങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന വലിയ കാര്യമെന്ന്, അല്ലെങ്കിൽ ഈ സമയത്ത് നടക്കാൻ പോകുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്
യോഹന്നാൻ സ്നാപകൻ്റെ ശിരച്ഛേദമാണ് ഓൾറെഡി നടന്നിട്ടുണ്ടോ, ഇനി നടക്കാൻ പോകണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഏകദേശം ആ സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ 19-ാം വാക്യത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് പ്രാരംഭമായിട്ട് നാം കാണുന്നത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് പിന്നെയും പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ താഴ്ത്തുന്നതായിട്ടും ഒരു മനുഷ്യരൂപത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഉള്ള ഒരു അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളതും, എന്നാൽ ആ പറയുന്നതിനെ നമ്മൾ ശരിയായിട്ട് ഗ്രഹിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും നിലയിലുള്ള താഴ്ചയെക്കുറിച്ചല്ല, പിതാവിനോടുള്ള തുല്യതയെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നും, പിതാവ് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ആ പുത്രനും ആ കാര്യങ്ങളെ ചെയ്യുകയും നമ്മൾ ത്രിയേക ദൈവം എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പർപ്പസിൽ ഒന്നായിരിക്കുന്ന അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന 3 വ്യക്തികൾ ഗോഡ് ഹെഡിലുള്ള എന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരാളെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു നിലവാരത്തിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ പരിപൂർണമായിട്ടുള്ള ഹാർമണിയിലും ആ ലക്ഷ്യത്തിലും ഒന്നായിരിക്കുന്ന ദൈവികമായിട്ടുള്ള ആ വ്യക്തികളെയാണ് നമുക്ക് തൃത്വത്തിൽ നമുക്ക് പല ഭാഗങ്ങളിലും ദർശിക്കാൻ കഴിയുന്നത്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ദൈവം ചെയ്തിരിക്കുന്ന പല പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്രകാരമാണ് എന്ന് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള പിതാവ് എന്ത് ആഗ്രഹിക്കുന്നുവോ, പിതാവ് ഏത് നിലയിൽ ഉദ്ദേശിക്കുന്നുവോ അതേ നിലയിൽ തന്നെ കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചെയ്യാനും കഴിയുന്ന തൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന് ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു എന്ന് പറയാനും, എന്നെക്കുറിച്ച് തന്നെ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നും നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് പൊക്കി ഞാൻ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ താഴ്മയോടെ ഉള്ള ഒരു ഡിസ്ഗൈസിലാണ് ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ചില്ലറക്കാരനല്ല എന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയൊന്നും അല്ല കർത്താവ് ഇവിടെ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എനിക്കങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സംഗതിയാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇതുപോലൊരു മഹാനുണ്ടോ? തിരുവട്ടാകൃഷ്ണൻകുട്ടി സാറ് എഴുതിയിട്ടുള്ള ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ, ഇവൻ എത്ര മഹാനെന്നുള്ള പുസ്തകങ്ങൾ കാണാനും വായിക്കാനും ഒക്കെ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതുപോലെ വേറൊരു മഹാൻ ലോകത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഒത്തിരി പേരിന്ന് യേശുവിനെ മനസ്സിലാക്കാനും അറിയാനുമായിട്ട് ഇങ്ങനെ വിഷമിക്കുക. ഞങ്ങൾക്ക് യേശുവിനെ ഇഷ്ടമായിരുന്നു, ഞങ്ങൾക്ക് യേശുവിനെ അങ്ങ് രക്ഷിതാവായിട്ട് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ ചില ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം കിട്ടാനുണ്ട്. അതെന്തുവാ കർത്താവ് തരാത്തത്? അതൊക്കെ തരാതെ കർത്താവ് എവിടെയോ കയറി ഒളിച്ചിരിക്കുവാണോ? യേശു ഒളിച്ചിരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ മാതൃക ഇതെല്ലാം ഇഷ്ടമാണ്. എന്നാൽ ഇത് ചില ചോദ്യങ്ങളും കൂടെ ബാക്കിയുണ്ട് എന്ന് പറയുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമുക്കറിയാമല്ലോ, ഏത് സത്യാന്വേഷിക്കും മനസ്സിലാകത്തക്കവണ്ണമുള്ള ഒരു തെളിവല്ല, അനേക തെളിവുകൾ ഈ യഥാർത്ഥ സത്യാന്വേഷിയാണെങ്കിൽ അവന് മനസ്സിലാകത്തക്കവണ്ണമാണ് ദൈവം കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരിടത്തല്ല, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഗ്രീക്ക് തത്വജ്ഞാനികളോട് പൗലോസ് പ്രസംഗിക്കുമ്പോൾ, റോമർക്ക് എഴുതുന്ന ലേഖനം 1, 2, 3 അധ്യായങ്ങൾ അദ്ദേഹം എഴുതുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വിവിധമായിട്ടുള്ള നിലയിലുള്ള ആർഗ്യുമെൻറ്റ്സ് പൗലോസ് അവിടെ വെക്കുന്നതായിട്ടും, അതുകൊണ്ട് ഒരു മനുഷ്യനും ഇനി ഒഴികൊഴിവ് പറയാനായിട്ട് അയ്യോ കർത്താവെ നീ വേണ്ടതുപോലെ എനിക്ക് വെളിപ്പെടുത്തി തന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്ന് പറയാനായിട്ട് ഒരു വ്യക്തിക്കും ഇടയായി തീരാതെ വണ്ണമുള്ള നിലയിൽ കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലാകാതെ പോകുന്നതിൻ്റെ കാരണം ഓൾറെഡി അബ്രഹാം പാസ്റ്റർ ഇവിടെ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല, ആ സത്യം അറിയാനായിട്ട് ആഗ്രഹമില്ല. അതേ സമയത്ത് തന്നെ തട്ടിപ്പായിട്ട് ആരെങ്കിലും ഒരാൾ ഇതേ നിലയിൽ വന്നാൽ
അല്ലെങ്കിൽ ഈ നാമത്തിൽ തന്നെ ഒരു 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 നാട്യമായിട്ടൊരു വ്യക്തി വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും എന്നുള്ളത് എത്രയോ അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്നും പല വ്യക്തികളും യേശുവിനെ അറിയാതെ യേശുവിൻ്റെ നാമത്തെ അവർ പല കാരണങ്ങൾ കൊണ്ട് തള്ളിക്കളയുകയും അതേസമയം തന്നെ അവർ സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന പല ഫിലോസഫികളും പല വ്യക്തികളെയും ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് കർത്താവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് തന്നെ പറ്റിയുള്ള ചില സാക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, യേശുവിനെ രക്ഷിതാവെന്നും കർത്താവെന്നും അവനാണോ സത്യദൈവം, അവനാണോ യഥാർത്ഥ രക്ഷകൻ, അവന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള അനേക ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെ മനസാക്ഷിക്ക് മുന്നിലും നിങ്ങളൊരു യഥാർത്ഥ അന്വേഷകനാണെങ്കിൽ നിശ്ചയമായിട്ടും അതെ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു തെളിവല്ല, അനേക തെളിവുകൾ കർത്താവ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. യാതൊരു സംശയവുമില്ല, ഒരു സത്യാന്വേഷിയാണെങ്കിൽ വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, തുടർന്നുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ സത്യത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ എൻ്റെ ഉപദേശം എവിടെ നിന്നുള്ളതാണെന്ന് നിങ്ങൾ അറിയുമായിരുന്നു. അപ്പോൾ ഒരു ദാഹമുള്ളൊരു മനുഷ്യനാണ് അവൻ കുടിക്കുന്നത് വെള്ളമാണോ ആസിഡാണോ എന്ന് അവന് മനസ്സിലാവുന്നത്. കാരണം വെള്ളം കുടിച്ചാലേ അവൻ്റെ ആ ദാഹം തീരത്തുള്ളൂ, ആസിഡ് കുടിച്ചാൽ അവൻ്റെ കാര്യം പോയി എന്ന് പറയുന്നത് പോലെ വിനാശകരമായ ചില ആശയങ്ങളിലും കാര്യങ്ങളിലുമാണോ ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്, അതോ യഥാർത്ഥ ജീവജലമാണോ എനിക്ക് ലഭിക്കുന്നതെന്നുള്ളത് യഥാർത്ഥ ദാഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഒന്നാമത് ശോധന ചെയ്യേണ്ടത് ഒരു സത്യദൈവം ഉണ്ടോ, എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവി എന്താണ്, എൻ്റെ നിത്യത ഞാൻ എവിടെ കഴിക്കും എന്നീ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം എൻ്റെ കർത്താവേ എന്ന് ആഗ്രഹിക്കുകയും അതിന് എൻ്റെ സാഹചര്യങ്ങളോ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ ആശയങ്ങളോ ഞാനായിരിക്കുന്ന മതത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും എനിക്ക് തടസ്സമായിരിക്കയില്ല എന്നും സത്യത്തിന് വില കൊടുക്കാനായിട്ട് ഒരു വ്യക്തി എല്ലാറ്റിനും ഉപരിയായിട്ട് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ സത്യത്തിലേക്ക് വഴി നടത്താനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഒന്നാമത് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുകയും ഈ തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന യഹൂദന്മാർക്ക് ആർക്കും യഥാർത്ഥത്തിനുള്ളിൽ ദൈവസ്നേഹമില്ല. അവരുടെ മുന്നിൽ വെളിച്ചം വന്നാലും അവർ ആ വെളിച്ചത്തെ സ്വീകരിപ്പാൻ തയ്യാറല്ല. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. വേറൊരു ഭാഗത്ത് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഇങ്ങനെ കണ്ണ് കാണുന്നവർ കുരുടരാകാനും കുരുടരായിരിക്കുന്നവർ കാണാനും ഇങ്ങനെ ന്യായവിധിക്കായി മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് അവിടെ വീണ്ടും പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താ? പ്രശ്നം സത്യത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, യാഥാർത്ഥ്യത്തിന് വേണ്ടിയുള്ളൊരു ദാഹം കർത്താവേ എൻ്റെ ഉള്ളിലുണ്ടോ? അതോ ഞാൻ ഈ കാണിക്കുന്നതും ഞാൻ ഈ ചർച്ചകൾ നടത്തുന്നതും ഞാൻ ഈ പലരോട് സംവദിക്കുന്നതും ഒക്കെ ഞാൻ സത്യാന്വേഷിയാണെന്ന് കാണിക്കാനും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള എൻ്റെ അടവുകളാണോ? അതോ കർത്താവേ ഈ സത്യം അറിയാനായിട്ട് ഏത് നിലവരെയും താഴാനും ഏത് നിലയിൽ അത് മനസ്സിലാക്കാനും ഞാൻ തയ്യാറാണ്, അതിനൊരു വില കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഈ സത്യം വെളിപ്പെടുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടി ഒരിക്കലും ഈ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുകയില്ല എന്ന് പറയാനായിട്ട് ഒന്നാമത് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഭാഗങ്ങൾ വായിച്ചപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ 5 നിലയിലുള്ള സാക്ഷ്യങ്ങൾ കർത്താവ് തന്നെപ്പറ്റി പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ കാര്യമാണ് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം. നമ്മൾ 1-ാം അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വെളിച്ചമല്ല, ഞാൻ ആ പ്രവാചകനല്ല, ഞാൻ ക്രിസ്തുവല്ല, എന്നാൽ ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിന് നിവർത്തീകരണമായിട്ട്, ആ ശബ്ദമായിട്ട് യേശുവിന് മുമ്പേ യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാനായിട്ടും കാലം തികഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കും, മാനസാന്തരപ്പെടുവിൻ എന്നുള്ള കാര്യം പ്രസംഗിക്കാനുമായിട്ട് കടന്നു വന്നതാണ്. ഞാൻ കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ആരെ നീ സ്നാനപ്പെടുത്തുമ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പോലെ കാണുന്നുവോ അവനാകുന്നു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവൻ എന്ന അടയാളവും കൂടെ നൽകിയാണ് തന്നെ ദൈവൻ അയച്ചത്, ഈ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചത് എന്ന് തന്നെ സാക്ഷ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. ഒരു മുറുമുറുപ്പും ഒരു തടസ്സവും അതിനുണ്ടായില്ല. മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും.
എത്ര എത്ര വ്യക്തമായിട്ട് അവിടെ പറയുക. അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കടന്നുപോകുന്ന യേശുവിനെ കണ്ട് തൻ്റെ ശിഷ്യനായ അന്ത്രയോസിന് കാണിച്ചു കൊടുത്തു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് കാണിച്ചു കൊടുക്കുകയും അവൻ അവിടെ പോയി പാർക്കുകയും യേശുവിനെ അറിഞ്ഞ് തൻ്റെ സഹോദരൻ ആയ പത്രോസിനോടത് പറയുകയും തുടർന്ന് ആ ഫിലിപ്പും നഥനയേലും ഒക്കെ കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീരുന്നത് നമുക്ക് കാണാനായിട്ട്, ഇങ്ങനെ സാക്ഷ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ഗലീലയിൽ വന്ന് ആ റോമൻ ഓഫീസറുടെ ആ മകനെ സൗഖ്യമാക്കി. അത് ശേഷം നമ്മൾ കാണുന്നതാണ് ഈ 38 വർഷമായിട്ട് ഇവിടെ തിരിച്ച് യെരുശലേമിലേക്ക് പോയപ്പോൾ യെരുശലേമിൽ ഉണ്ടായിരുന്ന ഈ ബെഥെസ്ദാ കുളത്തിനരികെ കിടന്നിരുന്ന ഈ മനുഷ്യൻ്റെ സൗഖ്യം. അപ്പോൾ കർത്താവ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ടുള്ള കാര്യം, ഇതാ യോഹന്നാൻ്റെ ജീവിതം ഈ സമയത്ത് ഒരു അന്ത്യത്തിലേക്ക് വന്നിരി തടവിലാക്കപ്പെട്ടു, അദ്ദേഹം ഇതാ മരിക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാക്ഷ്യം, ഇസ്രയേലിന് നൽകാനുള്ള യേശുവിനെ പറ്റിയുള്ള സാക്ഷ്യം, മശിഹ വന്നിരിക്കുന്നു. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളോട് അബ്രഹാം പിതാവ് മുതൽ അനേക വാഗ്ദത്തങ്ങൾ നൽകി, അല്ലെങ്കിൽ ഈവൻ ആദാമിന് ഹവ്വയോട് പോലും ഒരു അർത്ഥത്തിൽ ഇതേ വാഗ്ദത്തം നൽകി ഈ ജനതയൊക്കെ ആർക്ക് വേണ്ടി കാത്തിരുന്നുവോ? ഇസ്രയേൽ മക്കളെന്ന് വിളിക്കപ്പെടാനും അവർ ഇത്ര നാൾ പ്രത്യേക ജാതി എന്ന് വിളിക്കപ്പെടാനും, അല്ലെങ്കിൽ അവരുടെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും എല്ലാ ആത്മീയമായിട്ട് അവർക്കുള്ള അവകാശങ്ങളെന്ന് അവർ വിചാരിച്ചിരുന്ന സകലത്തിനും കാരണഭൂതനായിരിക്കുന്ന മശിഹ അവരിൽ നിന്ന് ജനിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഐഡന്റിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തി ഇതാ വന്നിരിക്കുന്നു എന്നവരെ ഓർപ്പിക്കാനായിട്ട് മുൻകൂട്ടി വന്നവനായിട്ടുള്ള യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണാം. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു, അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാൻ്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യരുടെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത്. ലോകത്തിൽ എവിടെയെങ്കിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊരു മഹാൻ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊരു നേതാവ് ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ? താൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവം നിയോഗിച്ച് ദൈവവചനത്തിൽ തന്നെ പറ്റിയുള്ള റെഫറൻസും കൂടെ പറഞ്ഞുകൊണ്ട് അതിന് മുമ്പേ സാക്ഷിയായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മഹാനോ, അങ്ങനെ ഒരു ശ്രേഷ്ഠനോ, അങ്ങനെ ഒരു നേതാവ് ഈ ലോകത്ത് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? കൃഷ്ണൻകുട്ടി സാറ് ചോദിക്കുന്ന അതേ ശൈലിയിൽ ചോദിക്കാനായിട്ട് അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടില്ല. യേശു ക്രിസ്തുവിന് തുല്യനായിട്ട് വേറൊരു വ്യക്തി വന്നിട്ടില്ല എന്ന് അവിടെ നമുക്ക് പറയാനായിട്ട് നിശ്ചയമായിട്ടും സാധിക്കും. അപ്പം നമ്മൾ അവിടെ കാണുന്നത്, തുടർന്ന് വായിക്കുന്നത്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്, പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ നൽകിയിരിക്കുന്ന പ്രവർത്തികൾ തന്നെ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ യോഹന്നാന്റെ സാക്ഷ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞതിന് ശേഷം പറയുക, പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ. നമുക്കറിയാം 7 അത്ഭുതങ്ങളെ തിരഞ്ഞെടുത്തിട്ടാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നതെന്നും അതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും അതിൻ്റെ സമയക്രമത്തിലും ഒക്കെയാണ് യോഹന്നാൻ അത് പറഞ്ഞിരിക്കുന്നതെന്നും, ലാസറിനെ ഉയിർപ്പിക്കുന്ന ആ അനുഭവം കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ് അതിനേക്കാളും വലിയ ഒരു അത്ഭുതം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വായിച്ചു നോക്കുകയാണെങ്കിൽ ഏകദേശം 30 അത്ഭുതങ്ങൾ കർത്താവ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളതിൻ്റെ ലിസ്റ്റ് നമ്മൾ 30 ഉള്ള നമ്പർ, അത്രയും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതായിട്ടും, ഈ അത്ഭുതങ്ങളൊക്കെ പലപ്പോഴും കർത്താവ് തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്താനും, കർത്താവ് മനസ്സലിഞ്ഞ് കർത്താവ് പല മനുഷ്യൻ്റെ സാഹചര്യങ്ങളിൽ അവരോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെയായിട്ട് അത് ചെയ്തു. എന്നാൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ സുവിശേഷത്തിൽ വിശേഷാൽ പറഞ്ഞിരിക്കുന്നത് അത് കർത്താവ് ഇതൊക്കെ അടയാളമായിട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ അടയാളം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇത് ദൈവപുത്രനാണ്, ഇതാ ദൈവത്തിൻ്റെ രക്ഷ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മനുഷ്യപുത്രനെയാണ് ദൈവം രക്ഷകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ഈ അടയാളം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും അത്ഭുതം കണ്ടു എന്നാൽ അടയാളം കണ്ടില്ല, അത്ഭുതം കണ്ടു എന്നാൽ അടയാളം കണ്ടില്ല. അപ്പോൾ വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഇന്നേ വരെ ഈ ലോകത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ കണ്ണു കാണാത്തവൻ്റെ
കണ്ണ് തുറന്ന സംഭവം ഇതിനു മുന്നേ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് 9-ാം അധ്യായത്തിൽ ചിലർ വിശ്വസിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ച വളരെ വായിക്കുന്ന അനേക യഹൂദന്മാർ കർത്താവിൽ വിശ്വസിച്ചു. മശിഹ വരുമ്പോൾ ഇതിനേക്കാളും വലിയ അത്ഭുതം ചെയ്യുമോ എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഇതിങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ബലിഷ്ഠിക്കുകയും ചെയ്ത വ്യക്തികളുടെ അവരുടെ ആത്മീയ അന്ധത മാറി അവർക്ക് യേശുവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ആണ് താൻ വേറൊരു സാക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ നൽകിയ പ്രവർത്തികൾ തന്നെയാണ് അതിനേക്കാളും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി തന്നെ ഒത്തിരി പറയാനുണ്ടല്ലോ. എന്നാൽ ഈ രാവിലെ സമയത്ത് അതിനുവേണ്ടി ഞാൻ മുതിരുകയല്ല. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അറിയാനായിട്ട് കഴിയും, കർത്താവ് ചെയ്തതുപോലെ ഒരു അത്ഭുതം ലോകത്ത് ആരും ചെയ്തിട്ടില്ല. അത് പല കൗണ്ടർഫീറ്റ് അത്ഭുതങ്ങളും ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഇത് പണിയുമെന്ന് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരു മഹാനീ ലോകത്തുണ്ടായിട്ടില്ല. പല കഥകളും അതിനെപ്പറ്റിയുണ്ട്. സരോജിനി നായിഡു പോയി കരഞ്ഞതോ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ നിസ്തുല്യനായ വേറൊരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ കാണുന്നത്. വചനത്തിൽ നമ്മൾ അബ്രഹാം പാസ്റ്റർ ഓൾറെഡി പറഞ്ഞല്ലോ, പിതാവ് തന്നെ പുത്രനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന അപൂർവം ചില സന്ദർഭങ്ങൾ ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിതാവ് തന്നെ നേരിട്ട് സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് തൻ്റെ സ്നാന സമയത്തും മറുവ മരയിലും ഒക്കെ വെച്ച് കർത്താവ് പിതാവായ ദൈവം തന്നെ പുത്രനെ മഹത്വപ്പെടുത്തുന്നതും പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതും നേരിട്ട് ചിലർക്ക് കേൾക്കാനായിട്ട് ഇടയായി, അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളൊരു സത്യവും. തുടർന്ന് നമ്മൾ വായിക്കുന്ന ഏറ്റവും അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ പ്രിസർവ് ചെയ്യുകയും സൂക്ഷിക്കുകയും അതൊരു ആധികാരിക രേഖയായിട്ട് അംഗീകരിക്കുകയും അതനുസരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തെ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുള്ള വേറൊരു ജാതിയില്ല. ആവർത്തന പുസ്തകം അതുപോലെ ഉള്ള ആ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ ശേഷം അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ ആവർത്തന പുസ്തകത്തിൽ ഒക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ കർത്താവിനെ അംഗീകരിക്കാതിരിക്കുന്നത് പോലും ഒരു കണക്കിന് ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാനുള്ള ന്യായമുണ്ട്. കാരണം ആരെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഉപദേശം നിന്നോട് പറഞ്ഞാൽ നീ അത്ര പെട്ടെന്ന് അത് അംഗീകരിക്കരുത്. അത് വളരെ ശോധന ചെയ്യുകയും ആ വ്യക്തിയുടെ ലക്ഷ്യം എന്താണ്, വേറൊരു ദൈവത്തെക്കുറിച്ചും വേറൊരു മാർഗത്തെക്കുറിച്ചുമാണ് പറയുന്നെങ്കിൽ നീ അവൻ്റെ പ്രവചനമോ അവൻ്റെ അത്ഭുതങ്ങളെയോ എടുക്കരുത്. നമുക്കറിയാമല്ലോ മോശയുടെ ദൈവത്തെക്കുറിച്ച്, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട അതേ ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ഈ കർത്താവ് പ്രസ്താവിച്ചതും ആ മോശയുടെ ദൈവത്തെ തന്നെയാണ് അവൻ മഹത്വപ്പെടുത്തിയെന്നും ആവർത്തന പുസ്തകത്തിലും തുടർന്നുള്ള ദൈവവചനത്തിലും ഒക്കെ സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരുന്ന ആ വ്യക്തി ആരാണോ, ദാവീദ് പറഞ്ഞിരുന്നത് ആരെക്കുറിച്ചാണോ അതേ വ്യക്തിയാണ് താൻ എന്നാണ് കർത്താവ് അവകാശപ്പെട്ടതും. അതിന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖയുണ്ട്. കാരണം നമുക്കറിയാം, എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിലും അവൻ്റെ വാക്ക് കേൾക്കാത്തവനൊക്കെ ജനത്തിനെഴുതി ഛേദിക്കപ്പെടും എന്നും ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കർത്താവ് മോശെ ഈ വരാനുള്ള പ്രവാചകനെക്കുറിച്ച്, മശിഹയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് കാണാം. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കറിയാം താൻ 40 ദിവസത്തോളം ശിഷ്യന്മാരോടുകൂടെ താൻ ചെലവഴിച്ചതായിട്ടും മോശയുടെ ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തു. എത്ര വ്യക്തമായിട്ടാണ് പത്രോസ്ലിയായും അതുപോലെ യോഹന്നാനും ഒക്കെ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നതിൻ്റെ, ഇത്ര കൃത്യമായിട്ട് ഉറപ്പോടെ സാക്ഷിക്കുന്നതിൻ്റെ രഹസ്യം എന്താ? രഹസ്യമെന്ന് പറയുന്നത് കർത്താവ് വന്നതിന് ശേഷം എഴുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടല്ല, ആയിരക്കണക്കിന് അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മശിഹയെക്കുറിച്ച് കൃത്യമായിട്ട് അവൻ്റെ ജനനം, അവൻ്റെ അടക്കം, പുനരുത്ഥാനം, അവൻ ഈ ലോകത്തിലേക്ക് എങ്ങനെ വരും, എങ്ങനെ ജീവിക്കും, എവിടെ ജനിക്കും, ഈ പല ഡീറ്റെയിൽസും കർത്താവിൻ്റെ ജഡത്തിലുള്ള തൻ്റെ വരവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും അത് എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം അതേപടി നിറവേറിയിട്ടുണ്ടെന്നുള്ളതുമാണ് കർത്താവിനെ നിസ്തുല്യനാക്കുന്നതായിട്ടുള്ള കാര്യം.
ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇനി മുന്നേ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, എത്ര മഹാനുമായിക്കൊള്ളട്ടെ, ആർക്കെങ്കിലും ഇതുപോലൊരു വ്യക്തിയെക്കുറിച്ച് നേരത്തെ തന്നെ തൻ്റെ ജീവിതം, ഉപദേശം, മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടെ ആധികാരികമായിട്ടും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അതൊരു മനുഷ്യൻ അന്നേരം ഒരു വികാരാവേശത്താൽ തോന്നി എഴുതിയതോ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്കറിയാം, തിരുവെഴുത്ത് തന്നെ ഒരു അത്ഭുതമാണ്. പണ്ട് ഡോക്ടർ മുരളീധർ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ക്ലാസ്സിലുള്ള ഒരു 40 പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ ഒരാളോട് പറഞ്ഞു ഒരു മൂക്ക് വരച്ചിട്ട് വാ, ഒരു കണ്ണ് വരച്ചിട്ട് വാ, ഒരു കൈ വരച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളെല്ലാം ഓരോരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വരച്ചുകൊണ്ട് വന്നു. അത് ചേർത്ത് യോജിപ്പിച്ചപ്പം ഒരു വ്യക്തിയുടെ പടമായിട്ടത് തീർന്നു എന്ന് പറയുന്നത് പോലെ, പരസ്പരം കണ്ടിട്ടില്ലാത്ത, പല പശ്ചാത്തലത്തിലുള്ള, പല ബാക്ക്ഗ്രൗണ്ടിലുള്ള, പല സമയത്ത് ജീവിച്ചിരുന്ന പല വ്യക്തികൾ, 40ഓളം എഴുത്തുകാർ ചേർന്ന് എഴുതിയ, അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച ഇതാണ് ബിബ്ലിയോ അല്ലെങ്കിൽ ബൈബിൾ എന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള സത്യവേദ പുസ്തകം. അത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ എഴുതിയ മോശ എഴുതിയതിന് എന്തെങ്കിലും വിഭിന്നമായിട്ട് യോശുവയുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ വായിക്കുന്ന രാജാക്കന്മാരോ നിർവൃത്താന്തത്തിലോ ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ആദ്യന്തം ഒരു വ്യക്തി എഴുതിയതായിട്ട് നമുക്ക് തോന്നുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു ഇത് എഴുതിയത് എന്നുള്ള അത്ഭുതമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു കോൺട്രഡിക്ഷൻ ഉള്ളതായിട്ടോ പരസ്പരം ഏതെങ്കിലും വിഷയത്തിലോ ആശയത്തിലോ ഒരു നിഷേധമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഇതാണ് തിരുവെഴുത്തിൻ്റെ അത്ഭുതം. ഈ തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്തുകളുടെ ഉദ്ദേശം തന്നെ നമുക്കറിയാം. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യൻ്റെ ഭാവി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും മുഴച്ചു നിൽക്കുന്നതും ഏറ്റവും ഉന്നതമായ ആശയം ദൈവം മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരുക്കിയ രക്ഷാമാർഗം എന്താണെന്നും അത് ആരാണെന്നും അതെങ്ങനെ പ്രാപിക്കാമെന്നുള്ളതും, അത് പ്രാപിച്ചാലും പ്രാപിച്ചില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ഭാവി എന്തായിത്തീരും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതപ്പെട്ട് വെച്ചേക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അവസാനം അവിടെ പറയുന്ന കാര്യമാണ് മോശെ. നിങ്ങളെ കുറ്റം വിധിക്കുന്ന ഒരുത്തനുണ്ട് മോശെ. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശെ തന്നെ. 45-ാം വാക്യം 46 വായിക്കുന്നു. മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവർക്കൊക്കെ മോശയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ, അബ്രഹാമിൻ്റെ മക്കളാണ്, മോശയുടെ ശിഷ്യന്മാരാണെന്ന്. നീ എവിടുന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ട വ്യക്തികളായിരുന്നു. എന്നാൽ ഈ മോശെ വ്യക്തമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവനും, എബ്രായ ലേഖനക്കാരൻ പറയുന്നതനുസരിച്ച് അവൻ വരാനിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ട് ദൈവത്തിൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനുമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ഈ മോശയെക്കുറിച്ച്, ഈ മോശ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അത് വേണമെങ്കിൽ തിരുവെഴുത്തുകളുടെ സാക്ഷ്യമായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. എന്നാൽ അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, മോശയെ വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? കാരണം മോശയെ സർവാത്മന അംഗീകരിക്കുന്ന ഈ വ്യക്തികൾ മോശയെ അംഗീകരിച്ചിരുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്കുമായിരുന്നു. മോശയുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് മോശ എന്ത് എഴുതി വച്ചിരിക്കുന്നോ അതിന് വിരോധമായിട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെ യേശുവിനെ അംഗീകരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, കാണേണ്ട കാര്യങ്ങൾ കാണേണ്ടതുപോലെ കാണുന്നില്ല, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കേണ്ട പോലെ കേൾക്കുന്നില്ല, അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. എന്നാൽ അറിയുന്നതായിട്ട് ഭാവിക്കുന്നു, കേൾക്കുന്നതായിട്ട് ഭാവിക്കുന്നു, കാണുന്നതായിട്ട് ഭാവിക്കുന്നു. എന്നാൽ ഈ തിരുവെഴുത്തുകളിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ ഈ മോശെ പറഞ്ഞ ഈ സാക്ഷ്യങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാകത്തക്കവണ്ണം ഹൃദയകവാടം തുറക്കപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികൾ. എന്തൊരു പരിതാപകരമായിട്ടുള്ള അനുഭവമാണ്. കർത്താവ്, ഞാൻ ആലോചിച്ചു, ഇത്രയൊക്കെ സാക്ഷ്യങ്ങളുള്ള അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് ഉള്ള, ഇത്രയൊക്കെ തന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ഈ മശിഹയാണ് ഓരോ വ്യക്തിയോടും വന്ന് നിന്ന് കെഞ്ചുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയോടും പറയുന്നത്, മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ഹൃദയകവാടം നീ തുറക്കുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവനെ. ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നിന്നെ രക്ഷിക്കാനും നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനുമാണ്. ഈ ആത്യന്തികമായ സത്യം നീ മനസ്സിലാക്കുന്നോ, അതോ അർത്ഥമില്ലാത്ത ചില ആശയ പൊരുത്തങ്ങളിലേക്ക്, ആശയപരമായിട്ടുള്ള വീഴ്ചകളിലേക്ക് നീ പോവുകയാണോ?
ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ താഴ്ത്തി എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പാട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഉള്ളിലൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. നമ്മുടെ തോമാച്ചൻ ഇല്ലെങ്കിൽ ഞാൻ പാടിയേക്കാം. ആ, നിൻ ഹൃദയത്തിൻ കവാടം തുറന്നാ നിന്നിലുദിക്കും തേജസ്സിൻ മഹത്വം, മനസ്സിൽ വേദനയാകലും നിൻ മലിനങ്ങളെല്ലാം മാറും. മനസ്സിൽ വേദനയാകലും നിൻ മലിനങ്ങളെല്ലാം മാറും. കാൽവരി താഴ്വരയിൽ ഒഴുകി വരും ജീവജലം, കാൽവരി താഴ്വരയിൽ ഒഴുകി വരും ജീവജലം, മാധുര്യ ജീവിതം പകരും യേശുവിൻ തൃപ്പാദം മാത്രം. മാധുര്യ ജീവിതം പകരും യേശുവിൻ തൃപ്പാദം മാത്രം. നിൻ ഹൃദയത്തിൻ കവാടം തുറന്നാ നിന്നിലുദിക്കും തേജസ്വിൻ മഹത്വം, മനസ്സിൽ വേദനയാകലും നിൻ മലിനങ്ങളെല്ലാം മാറും. മനസ്സിൽ വേദനയാകലും നിൻ മലിനങ്ങളെല്ലാം മാറും. താങ്ക് യു.